ഹലോ 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 ഗൈസ്. വീണ്ടും ഞങ്ങൾ കണ്ണപ്പക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഇല്ല, കഴിഞ്ഞ ആഴ്ച പടം ഉണ്ടായിട്ടില്ല. പടമുണ്ട്, സാധനമുണ്ട്. നമുക്കൊരു മലയാള പടം, ഇംഗ്ലീഷ് അറിയില്ല, മലയാള പടം F1 പോവാന്ന് പറഞ്ഞു. ഇല്ല, ഇംഗ്ലീഷ് അറിയാം, നമുക്ക് ഇവര് കണ്ടാ മനസ്സിലാവില്ല. ഹാമിൽട്ടൺ നീ കണ്ടിനാ? ഇല്ല. പിന്നെന്താ ഡയലോഗ്? മറ്റേ ആപ്പിൾ ടിവിയില് അതിന്റെ ഫീഡ്ബാക്ക് ഉണ്ടാവും. ഓണാക്കാനുണ്ടോ അറിയില്ല. നിന്റെ കിട്ടില്ല? ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. ഇവന്റെ ഐഫോൺ അല്ലേ? എനക്കൊന്നും ഇതിന്റെ പറ്റിച്ചെന്ന് തോന്നിട്ടാ. ഇവന്റെ ഇറക്കാന്നില്ല. നമ്മ കാണാൻ വന്ന ധീരൻ ആദ്യം ബഗിടാ തോന്നിയ. ആദ്യം അങ്ങനെയാണ് ജഡ്ജ് ചെയ്തത്. പടം പക്ഷെ നല്ല രസമുണ്ട്, ചിരിക്കാനും ഉണ്ട്. വലിയ ഓവറായിട്ട് കൊളാക്കിട്ട നല്ല രസമുണ്ട്. ഇങ്ങനെ എന്തോ ഇങ്ങനെ വരാനുണ്ട്. ഒരു സമയത്ത് പോലെ ഒരു ചെറിയ പടമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇതിന്റെ എടുത്ത ക്യാമറ ആംഗിൾ നല്ല രസമുണ്ട്. കളർ ഗ്രേഡിങ്ങും BGM നല്ല രസമുണ്ട്. നല്ല ചെറിയ പടാന്ന്, അല്ലെങ്കിൽ ഒരു നായകനില്ലാത്ത പടം അങ്ങനെ തോന്നില്ല. അങ്ങനെ മെയിൻ കാസ്റ്റാ ഉദ്ദേശിക്കുന്നത്. അപ്പോഴത്തേക്കാണ് ആടുന്ന് ഇല്ലേ? രക്ഷയില്ല, നല്ല രസമുണ്ട്. ഇരുന്നാണ് ചിരിക്കാനുണ്ട് കൊറേ. സിനിമക്കൊന്നും വരുന്ന കുറയും അല്ലേ? പഠിക്കാനൊക്കെ പോക്ക്. ഇപ്പൊ 1:30 1 മണി വരെ അല്ലേ? അതെ, നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ അറിയില്ലല്ലോ. ഏവിയേഷൻ പഠിക്കാൻ പോയി. ഇങ്ങനത്തെ വീട് പോയായിരുന്നു. സബ്സ്ക്രൈബേഴ്സ് കൂടും. 250 കുറെ കൊല്ലം 250 വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഒരു 50 കൂടെ കൂടും. ക്ലാസ് പിള്ളേർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. ഒന്നുമില്ല, ആക്കിട്ടാവും ഷെയർ ആക്കട്ടോന്ന് പറയും. നല്ല പടം. നല്ല എങ്ങനെയാ വെച്ചാല് ഇത് ഒരു മിനിറ്റ് പോലും നമുക്ക് എന്താന്ന് ലാഗ് അടുത്തെന്താ സംഭവിക്കാൻ അടുത്ത് അങ്ങനെ മനസ്സിലാ. എക്സൈറ്റ്മെന്റ് കളയുന്നില്ല പടം. ലാസ്റ്റ് വരെ ഉണ്ട്. ഇവരൊരു ഇതെല്ലാം ശ്രദ്ധിച്ചു. ഇവർ ആ ബാഗത്തെ ആ ചങ്ങായിന്റെ ബാഗ് ഇത് കാണിക്കൂല, എന്താണ് ഓൾഡ് പിന്നെ പറയാ മറ്റേ കഥ പറയുന്ന രീതിയിൽ കഥ ഒരു എന്താ പറയാ യൂഷ്വൽ ടൈപ്പ് ഓഫ് കഥ പറയല്ലാണ്ട് ആദ്യം സാധനം ഇട്ടിരുന്നില്ല. പിന്നെ നമ്മൾ വിചാരിക്കും എന്താ പേരൊന്നും ഇത് ക്ലിയർ ആവാത്ത. പണ്ടത്തെ സിനിമയിൽ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക്. എല്ലാം ഒരു പഴയ ആൾക്കാരാണ്. അല്ലെ, പണ്ടേ സിനിമയിലില്ല കൊറേ മുഖമൊന്നുമല്ല അധികം. എല്ലാരും ഉണ്ട്. കൊറേ നാൾക്ക് ഇങ്ങനത്തെ ഒരു സിനിമ അല്ല. ജഗദീഷ് ഓൾറെഡി പ്രൈമിൽ തന്നെയല്ലേ? ജഗദീഷ് ഓൾറെഡി ഇങ്ങനെ ചെയ്യുന്ന തന്നെ ഓരോ പാടം. ജഗദീഷ് അല്ലാണ്ട് മറ്റേ കുറച്ച് അങ്ങോട്ട് മഴ പറഞ്ഞോ. ജഗദീഷ് അല്ലാണ്ട് മറ്റേ അശോകൻ അല്ല ഇപ്പല്ലേ? അശോകനായി വണ്ടി ഓടിച്ചതാ? അല്ല, ഏട്ടൻ ജാതിക്ക അശോകൻ. അയാളും ഉണ്ടല്ലോ സിനിമയിലുണ്ട്. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഇതൊരു നല്ലൊരു എല്ലാവർക്കും അവരവരായിട്ടൊരു സ്പേസ് ഉണ്ട്. അവർക്കൊരു കഥയുണ്ട്. ഇങ്ങനെ ഒരാള് മറ്റേ തലക്കടി കിട്ടിട്ട് അതല്ല, ഇവൻ പറഞ്ഞ വേറെ ആളെയാണ്. ഇവൻ പറഞ്ഞ മറ്റവനാണ്, മറ്റേ ഓണർ. ഇവൻ പറയുന്നത് അശോകൻ. അതല്ല അശോകൻ അല്ല. ഇപ്പൊ നീ ഓന് ഒരു രക്ഷയില്ല ടേലേ. ഓന് ആംബുലൻസിന്റെ സീൻ ഒരു രക്ഷയില്ല. മറ്റേ പണ്ടത്തെ ആക്ടേഴ്സിനെല്ലാം ഒരു എന്താ പറയണ്ടേ, ഇത് കഴിഞ്ഞ വീക്കിൽ ഇറങ്ങിയ സിനിമയാണ്. പിന്നെ വേറെ പടമൊന്നുമില്ല. ഞാൻ ഇതായിരിക്കും ഇന്നലെ ലീവല്ലേ ഉണ്ടായത്. ഞാൻ ഇതിന്റെ ട്രെയിലർ കണ്ടിരുന്നു തോന്നുന്നു. ഞാൻ ഈ ചങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. ധീരനെ മെയിൻ എന്ത് അപ്പൊ പെരുന്നാളിലും കാണാൻ മർച്ചനെ തിരിച്ച് ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങോട്ട്. സ്റ്റോറി മറ്റേ പേജിലിട്ടാ എന്റെ പ്രൊമോഷൻ ചെയ്തു. നമ്മളെ 10,000 ആൾക്കാർ കാണും, ഫോളോവേഴ്സ് കിട്ടും. എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അഭിനവ് ഹിയർ എന്നാ പേര്. എല്ലാരും ഫോളോ ചെയ്യാം. നമ്മുടെ നാട്ടിലത്തെ മെയിൻ ഇൻഫ്ലുവൻസർ ആണ്. ഭയങ്കര ഈഗോയിസ്റ്റിക് ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാളാണ്. ചലഞ്ചൊക്കെ അധികം ഫ്ലോപ്പാ ഉണ്ടാവാറ്. സക്സസ് ആയിട്ടാ. പക്ഷെ ചെക്കൻ വളർന്നു വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പ്രൊമോഷൻ വിളിക്കണം. മഴ പെയ്യുന്നുണ്ട് നല്ലോണം. പറ ഓക്കെ. എന്നാല് അർച്ചന തിയേറ്റർ അടുത്ത ദിവസം പറഞ്ഞിട്ടുണ്ട് പ്രൊമോഷൻ ചെയ്യാൻ വീഡിയോ. വിളിക്കൂല. അന്ന് മാർക്കോനെ തട്ടി വിട്ടല്ലേ.
വിളിച്ചേനെ അവർക്ക് എന്തിനാ പ്രൊമോഷൻ ആ തിയേറ്റേഴ്സിൽ. പക്ഷെ എന്നാ എല്ലാരും നല്ല തിയേറ്ററാണ് ഗൈസ്. ഗൈസ് വായിസിന് കുറെ സമയം കഴിഞ്ഞുകൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ക്ലാസ്സിന് പോയോണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോകണം. മഴയാണ്. അപ്പം എന്താണ് കാണാത്തവര് വരണ്ട. അപ്പം ബൈ ബൈ. Bye guys. എന്താണ് ബ്രോ, ആരാണ് ഗേൾഫ്രണ്ട് ആണോ? അതില്ലാതറിയാം. Guys, അപ്പം ബൈ. thumbnail തമ്മിൽ നമുക്ക് ലാസ്റ്റ് bye guys.